കൊന്നിച്ചുവ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എസ്ട്രോകോമിക്. നമ്മൾ ഇന്ന് ഡീമൺ സ്ലെയറിന്റെ ചാപ്റ്റർ 194 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇനി വെറും 11 ചാപ്റ്റേഴ്സും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡീമൺ സ്ലെയർ എന്ന് പറയുന്ന സീരീസ് കംപ്ലീറ്റ്ലി തീരുന്നതായിരിക്കും. സോ ഈ ചാപ്റ്റർ കാണുന്നതിന് മുമ്പ് ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. ഇനി നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിന്റെ പേര് സ്കോറിംഗ് ബോൺസ് എന്നാണ്. അതായത് ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ ചാച്ചുമാറില്ല പൂച്ച, പുള്ളിക്കാരിങ്ങനെ മുറിഞ്ഞ് കഷ്ണങ്ങളായിട്ട് കിടക്കുവാണ്. നമ്മുടെ യൂഷ്യർ വന്ന് ഈ പൂച്ചനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് പഴയ പോലെ തലയും കാലൊക്കെ ഒട്ടിച്ചു വെക്കാൻ നേരത്ത് ആ പൂച്ച വീണ്ടും ജീവിക്കുന്നുണ്ട്. അതായത് ഇവർ ഈ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പൂച്ചനെ ഒരു ഡീമനാക്കി മാറ്റിയിരുന്നു. ഇതും കണ്ടുകൊണ്ട് വായി നോക്കി നിൽക്കുന്ന നമ്മുടെ മുറോട്ടനെ പിന്നെ വേറൊരു ഡീമൺ സ്ലെയറിനെ നമ്മുടെ യൂഷ്യർ കിടന്ന് വഴക്ക് പറയുന്നുണ്ട് ബാക്കിയുള്ളവരെ പോയി നിന്ന് രക്ഷിക്കാനായിട്ട്. അങ്ങനെ അവർ ബാക്കിയുള്ളവരൊക്കെ പോയി നോക്കുന്നുണ്ട്. നമ്മുടെ ഇനോസക്കും അതേപോലെ സെനിറ്റ്സുനും പിന്നെ നമ്മുടെ കണോയ്ക്കും മാത്രമേ ആ സെറം കിട്ടാതെ ഉള്ളൂ. ഇതേസമയം നമ്മുടെ യൂഷ്യറുമായിട്ട് ഗ്യോമിനെ പോയി നോക്കുന്നുണ്ട്. പുള്ളിക്കാരനായിട്ട് ആകപ്പാട്ട് ഇങ്ങോട്ട് തീർന്നിരിക്കും. കാല് വട്ടം മുറിഞ്ഞു പോയിട്ടുണ്ട്. അതിന് പുള്ളിക്കാരന്റെ കാലിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാകും തോന്നുന്നില്ല. അത് മാത്രമല്ല ഗ്യോമിയുടെ കോൺഷ്യസ് ഇപ്പൊ പോയിരിക്കുകയാണ്, ബോധം കെട്ട് കിടക്കുവാണ്. നന്നായിട്ട് തന്നെ ബ്ലഡും പോയിട്ടുണ്ട്. ഗ്യോമിക്ക് ഇനി ഫൈറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് യൂഷ്യർ പറയുന്നത്. അത് മാത്രമല്ലാതെ ഇനി 50 മിനിറ്റും കൂടി ഉണ്ട്. ഗ്യോമിനെ തോപ്പിച്ചു കഴിഞ്ഞാൽ താഞ്ചർക്ക് ഒരിക്കലും ഇത്ര നേരം ഒറ്റക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മുടെ തമയസാനം വിളിച്ചുകൊണ്ട് പുള്ളിക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്, താഞ്ചറിനെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, അവൻ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിർത്താൻ സഹായിച്ചാൽ മാത്രം മതി, ഞാൻ കെഞ്ചി പറയുവാണ്. ഇതേ സമയം താഞ്ചറും മുസാനും കൂടെ നല്ലൊരു ഫൈറ്റ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. താഞ്ചറുമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മുസാന്റെ ഓരോ മൂവ്മെന്റ്സ് നോക്കി തന്നെ ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ട്. ഈ ഫൈറ്റിന്റെ ഇടയ്ക്കാണ് താഞ്ചർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. അതായത് പുള്ളിക്കാരന്റെ ടെക്നിക്സ് പുള്ളിക്കാരന് ചുമ്മാ അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നമ്മുടെ മുസാന്റെ തലച്ചോറ് ഹൃദയങ്ങൾ നോക്കി അതിന് പാരലായിട്ട് മാത്രമേ ഈ ടെക്നിക്സ് ഒക്കെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. മുസാനെ നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് സീത്രൂ വെല്ലിലേക്ക് കുറച്ചുകൂടെ ഇതൊക്കെ കൂട്ടാൻ വേണ്ടി നമ്മുടെ താഞ്ചർ ശ്രമിക്കാൻ നേരത്ത് പുള്ളിക്കാരന്റെ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നുണ്ട്. താഞ്ചർക്ക് ഒന്നും തന്നെ കാണാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അത് പുള്ളിക്കാരൻ എടുക്കുന്ന ഓക്സിജന്റെ അളവ് കുറഞ്ഞുകൊണ്ടാണ്. പേടിക്കേണ്ട, കാമാകും, നിനക്ക് മണത്ത് കണ്ടുപിടിക്കാൻ പറ്റും, നിനക്ക് രാവിലെ വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞ താഞ്ചറോ കൂറ്റ ഇരുട്ടിൽ, അതായത് നല്ല പുള്ളിക്കാരൻ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. ഈ ഇരുട്ടിൻ്റെ അകത്താണ് നമ്മുടെ മുസാന്റെ അറ്റാക്സ് ഒക്കെ ഡോഡ് ചെയ്ത് പുള്ളിക്കാരനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരന്റെ കാല് തട്ടി നേരെ താഴത്തേക്ക് വീഴും. മുസാൻ ആ സമയത്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ താഞ്ചുറിനെ രക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഒബനെ ഫ്രണ്ടിലേക്ക് ചാടി മാറുന്നുണ്ട്. മുസാന്റെ ഓരോ അറ്റാക്കും വളരെ പവർഫുൾ ആണ്. ഇതെല്ലാം കൂടെ ഡോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പാവപ്പെട്ട താഞ്ചുറിനെ എടുത്തുകൊണ്ടാണ് നമ്മുടെ ഒബനെ കഷ്ടപ്പെട്ട് ഫ്രണ്ടിലേക്ക് പോകുന്നത്. ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ മുസാന് സഹിക്കുന്നില്ല. പുള്ളിക്കാരനാണ് ദേഷ്യം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. നമ്മുടെ താഞ്ചുറ പതുക്കെ കണ്ണു നോക്കുന്നുണ്ട്. പുള്ളിക്കാരന്റെ ആ ബോധമൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോഴാണ് ഒബനയാണ് പുള്ളിക്കാരനെ സഹായിച്ചെന്ന് മനസ്സിലാകുന്നത്. അടുത്ത പാനലിലാണ് ഒബനയുടെ കണ്ണുകൾ പൂർണ്ണമായിട്ട് നശിച്ചിരുന്നു. നമ്മുടെ താഞ്ചുറിനെ രക്ഷിച്ചത് പുള്ളിക്കാരന്റെ കണ്ണ് പോലും കാണാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. താഞ്ചുർ കിടന്ന് കാറുന്നുണ്ട്, ഒബനെ നിങ്ങളുടെ കണ്ണുകൾ പോയി നിങ്ങൾ എന്നെ രക്ഷിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ കിടന്ന് കാറുന്നുണ്ട്. ഒബനയുടെ കിടന്ന് പറയുന്നുണ്ട്, എടാ നീ ഒന്നും മിണ്ടായിരിക്കും, അല്ലെങ്കിൽ നിന്നെ പോലുള്ള സാധനങ്ങൾ മിണ്ടായിരിക്കത്തില്ല, ഇത് നേരത്തെ അറ്റാക്ക് ചെയ്തപ്പോൾ ഒന്ന് വന്നതാണ്, അല്ലാതെ നിന്നെ രക്ഷിച്ചുകൊണ്ടൊന്നും. അങ്ങനെ തന്നെ ബോധം തിരിച്ചു കിട്ടിയ താഞ്ചുർ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സഹായിക്കാം, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാം. അതുകൊണ്ട് ഒബനെ പറയുന്നുണ്ട്, നീ അങ്ങനെ കൂടുതൽ കഷ്ടപ്പെടുകയും വേണ്ട, കാരണം എൻ്റെ റൈറ്റ് ഐ വളരെ വീക്കായിരുന്നു. അത് മാത്രമല്ലാതെ എൻ്റെ ലെഫ്റ്റ് ഐ കൊണ്ട് എനിക്ക് അതുകൊണ്ട് കാണാനും പറ്റുന്നില്ലായിരുന്നു. ഞാൻ കൂടുതലും ബ്ലൈൻഡ് ആയിരുന്നെന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. നിലവിൽ എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ട, അതിനാണ് എനിക്ക് കാബുറ മാറു ഉള്ളതെന്ന് പറയുന്നുണ്ട്. അതായത് ആ വൈറ്റ് സ്നേക്ക് ഇല്ലേ, പെട്ടെന്ന് ഇവരുടെ പുറകിലേക്ക് മുസാൻ വരികയും ഒരു ഹ്യൂജ് ആയിട്ടുള്ള അറ്റാക്ക് ചെയ്യുന്നുണ്ട്. താഞ്ചുറോട്ട മുസാന്റെ പുറകിലും ഒബനെ മുസാന്റെ ഫ്രണ്ടിലേക്കും വരും. ദേഷ്യം വന്ന മുസാൻ പെട്ടെന്ന് തന്നെ വലിയൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ബിൽഡിംഗ് വരെ പൊളിഞ്ഞു പോയി. അവിടെ താഞ്ചറോ ഈ ഗ്രൂസാണെന്ന് കാർ കൊണ്ട് നേരെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. നമ്മുടെ മുസാനെ ശ്രദ്ധിച്ചു നോക്കാത്ത പെട്ടെന്ന് ആ പാമ്പിനെ കാണും. അടുത്ത പാനിൽ നമ്മുടെ ഒബനെ നമ്മുടെ മുസാനെ കുറെ അധികം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മുസാൻ ഒരു കാര്യം മനസ്സിലാകുന്നത്. അതൊരു സാധാ ഒരു പാമ്പ് നമ്മുടെ മുസാന്റെ ഓരോ അറ്റാക്സും പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒബനെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് ദേഷ്യം നമ്മുടെ മുസാൻ നമ്മുടെ ഒബനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ആ അറ്റാക്കിനെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ താഞ്ചറോ അതിന്റെ ഇടയിലേക്ക് വരുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ മുസാനെ അറ്റാക്ക് ചെയ്ത് പുള്ളിക്കാരനെ ബാക്കിലേക്ക് മാറ്റും. മുസാൻ പറയുന്നുണ്ട്, ഇവന്മാർ എത്ര കഷ്ടപ്പെട്ടാലും ഈ ഒരു ഇഞ്ചുറീസ് ഒക്കെ വെച്ചിട്ട് പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞത് നിസ്സാര കാര്യമല്ല, അവന്മാർ എങ്ങനെ വന്നാലും ക്ഷീണിക്കും. ഈ ഏജിങ്ങിന്റെ ഡ്രഗുകളാണ് മുസാൻ ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ അത് ഡീകമ്പോസ് ചെയ്ത് കളയാൻ പറ്റുന്നില്ല. അത് കളയാൻ ശ്രമിക്കാൻ നേരത്തെ മുസാന്റെ സ്റ്റാമിന വളരെയധികം പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നുണ്ട്. നമ്മുടെ മുസാന്റെ ബോഡി ആയിട്ട് എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് വീക്കായിട്ട് മാറുന്നുണ്ട്. അത് നമ്മുടെ താഞ്ചർക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നിട്ടും മുസാൻ ഇത്രയധികം സ്ട്രോങ്ങർ ആണെന്ന് നിങ്ങൾ ആലോചിക്കും. താഞ്ചർക്ക് ബോധം തിരിച്ചു കിട്ടാൻ വേണ്ടി പുള്ളിക്കാരന്റെ ഓക്സിജന്റെ അളവ് കറക്റ്റാക്കി നേരെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ പുള്ളിക്കാരന് ഇപ്പൊ നിലവിൽ സീത്രൂ വെല്ലിലേക്ക് പ്രവേശിക്കാനും പറ്റുന്നില്ല. ഞങ്ങൾ രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ഇതും വളരെയധികം പാട് തന്നെയാണ്. നമ്മുടെ ഒബനയായിട്ട് എന്നെ കുറെ വട്ടം സഹായിച്ചിരുന്നു, ഞാൻ എങ്ങനെയെങ്കിലും ഒബനെ സഹായിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് താഞ്ചറോ മുസാന്റെ ശരീരത്ത് ഒരു മാറ്റം ശ്രദ്ധിക്കുന്നത്. അടുത്ത പാനലിൽ നമ്മുടെ മുസാന്റെ ശരീരത്ത് മുഴുവൻ കുറെ അധികം പാടുകൾ വരുവാണ്. പുള്ളിക്കാരന്റെ കയ്യിലും മുഖത്തും ശരീരത്തും ഫുള്ളും കുറെ അധികം വെട്ടുപാടുകൾ വരുവാണ്. താഞ്ചറോക്ക് ഇത് കാണുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇതെല്ലാം നേരത്തെ മുറിഞ്ഞ പാടുകളാണ്. അതായത് യൊറിച്ചി പുള്ളിക്കാരന് കൊടുത്ത പാടുകൾ. ഇത്രയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും യൊറിച്ചി അന്ന് കൊടുത്ത ഓരോ അറ്റാക്കിന്റെ പവർ കാരണം ഇന്നും മുസാന്റെ മെത് അതൊന്ന് ഹീൽ ചെയ്യാതെ കിടപ്പുണ്ട്.
അങ്ങനെ മുസാന്റെ വീക്ക് സ്പോട്സ് ആണ് ഈ വൂൺസ് എന്ന് മനസ്സിലാക്കി താൻജിറോ യോറിച്ചിക്ക് നന്ദി പറയുന്നുണ്ട്. കാരണം ഇത്രയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് യോറിച്ചി തന്നെയാണ് ഇവരെ ഇപ്പോഴും ഗൈഡ് ചെയ്യുന്നത്. സോ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. സോ തൊട്ടടുത്ത ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. അതൊന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്ക്.